അക്കാലത്ത് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ എന്നിൽ വിശ്വസിക്കാത്തവൻ ചിലരുണ്ട്. അവരാരെന്നും തന്നെ ഒറ്റുകൊടുക്കുവാൻ പോകുന്നവരാരെന്നും ആദ്യമേ യേശു അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിക്കാതെ എൻ്റെ അടുക്കൽ വരുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവൻ്റെ വചസ്സുകൾ അങ്ങയുടെ പക്കലാണ് ഉള്ളത്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞാൻ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമാകുമ്പോൾ ആത്മാവിൻ്റെ ജീവനെ ധ്യാനിക്കാം. ക്രിസ്തുവിൽ ഉള്ളവൻ ആത്മാവിനാൽ നയിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ്. നാം ദൈവത്തിൻ്റെ സ്വന്തമാകുന്നത് പുത്രനായ യേശുവിൻ്റെ പഠനങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ദൈവപിതാവിന് യോഗ്യമായ ജീവിതം ഭൂമിയിൽ നയിക്കുമ്പോഴാണ്. ആത്മാവിനാൽ പ്രചോദിതരാകാതെ ആർക്കും ക്രിസ്തുവിനെ ശ്രവിക്കുവാനോ ഉൾക്കൊള്ളുവാനോ യേശു നൽകുന്ന പ്രബോധനം സ്വീകരിക്കുവാനോ സാധിക്കില്ല. ദൈവപുത്രനായ അവിടുന്ന് ദൈവിക സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ നമ്മളിലൊരുവനായി ജീവിക്കുകയും ജീവൻ്റെ സമൃദ്ധി അവിടെ നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തു. യേശുവിനെ യഥാർത്ഥത്തിൽ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പിതാവിനാൽ ആകർഷിക്കപ്പെടുകയും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവരാകണം. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നവർ, യേശുവിനെ നിഷേധിച്ച് പറയുന്നവർ, യേശുവിൻ്റെ വചനം തിരസ്കരിക്കുന്നവർ യഥാർത്ഥത്തിൽ ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവരാണ്. നാം ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ സന്നദ്ധരെങ്കിൽ യേശുവിനെ നിഷേധിക്കുവാനോ അവിടുത്തെ വചനത്തെ തിരസ്കരിക്കുവാനോ സാധ്യമല്ല. യേശുവിനെ നിഷേധിക്കുമ്പോൾ പിതാവിനെയാണ് നാം നിഷേധിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയാണ് നാം ചോദ്യം ചെയ്യുന്നത്. ക്രിസ്തുവിലൂടെ അല്ലാതെ നിത്യരക്ഷയുടെ പൂർണ്ണത നമുക്ക് സ്വന്തമാക്കാൻ കഴിയില്ല. അവിടുന്ന് മാത്രമാണ് വഴിയും സത്യവും ജീവനുമായി കൂടെയുള്ളത്. ആ കൃപയുടെ വാതിലിലൂടെ മാത്രമേ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പഠനത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കി ഒത്തിരി പേർ യേശുവിനെ വിട്ടുപോകുന്നുണ്ട്. പിന്നീട് ഒരിക്കലും ശിഷ്യ സമൂഹത്തോടൊപ്പം അവരുണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തിലും ജീവിതത്തിൻ്റെ സങ്കടങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും ജീവിതത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ വരുമ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാലഘട്ടമാണിത്. ആ കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ് ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് ഒരു കൂട്ടർ യേശുവിനെ വിട്ടുപോവുകയും പിന്നീട് ഒരിക്കലും അവർ യേശുവിനോടൊപ്പം യാത്ര ചെയ്യാതിരുന്നതും. നമ്മുടെ ജീവിതം അപ്രകാരമാകരുത്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് വിശ്വാസത്തിൻ്റെ സാക്ഷ്യം നമ്മൾ കാണുന്നു. യേശു 12 അപ്പോസ്തലന്മാരോട് മാത്രമായി ചോദിച്ചു, നിങ്ങളും വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് അതിന് നൽകുന്ന മറുപടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഞങ്ങൾ ആരുടെ അടുക്കൽ പോകുവാനാണ്? കർത്താവേ, നിത്യജീവൻ്റെ വചസ്സുകൾ അങ്ങയുടെ പക്കലാണ് ഉള്ളത്. അങ്ങ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ അറിവാണ് നമ്മെ ആത്മീയ ബലമുള്ളവരാക്കുക. നമുക്ക് അറിവുള്ളവരാകണം. നമ്മൾ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ പഠനത്തെയും പ്രവർത്തനത്തെയും അറിയണം. അറിയുമ്പോൾ മാത്രമേ നിത്യജീവൻ്റെ വചസ്സുകൾ അവിടുത്തെ പക്കലുണ്ടെന്നും ആ നിത്യജീവൻ സ്വന്തമാക്കാൻ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ യാത്ര ചെയ്യണമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭ്യമാവുക. അപ്രകാരം നമുക്കും നിത്യജീവനെ ലക്ഷ്യമാക്കി ക്രിസ്തുവിനോടൊപ്പം തീർത്ഥാടനം ചെയ്യുവാനും നിത്യപിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുവാനും നമ്മൾ പരിശ്രമിക്കണം. അപ്പോസ്തലന്മാർ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിച്ച് അവർ സ്വർഗീയ സത്യങ്ങൾ അറിയുകയും പഠിക്കുകയും ചെയ്തു. ക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ അപ്പോസ്തലന്മാർ ജീവൻ നൽകി യേശുവിന് സാക്ഷികളായി. അതുപോലെ ഈ കാലഘട്ടത്തിൽ നമുക്കും യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി തീരാൻ കൃപാവരം
ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.